നെടുമങ്ങാട് മുണ്ടേല മുണ്ടേല മൂന്ന് മുണ്ടേല അരുവിക്കര പഞ്ചായത്ത്. മൂന്ന് ഗോൾ സ്പെയിനിന് കിട്ടും. 2 ഗോൾ അടിക്കാൻ പറ്റുമോന്ന് എനിക്ക് സംശയം തോന്നുന്നു. അർജന്റീന കപ്പ് സ്പെയിനിന്. കപ്പ് സ്പെയിനാണല്ലേ? ഉറപ്പ്. കാരണം ന്യൂസ് തന്നെയാണ് അതിന്റെ വകുപ്പ്. പിന്നെ തീർച്ചയായിട്ടും മെസ്സി പിന്നെ വെറുതെ ഇരിക്കണോ? വീട്ടില് കളി കാണാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അല്ല മെസ്സി വെറുതെ ഇരിക്കണോന്ന്? ഗോൾ അടിക്കില്ലേ പിന്നെ മെസ്സി? മെസ്സിയൊക്കെ വയസ്സായെന്നേ, ഇനി കൈയും കാലും ഒന്നും വഴങ്ങില്ല. എന്തെന്നാ നീ പറയണത്? മെസ്സിക്ക് വയസ്സായിരുന്നു. 39 വയസ്സിലെ ഒരു ടീമിനെ ഇത്ര 8 ഗോളും സ്വന്തമായിട്ട് അടിച്ച് ടീമിനെ ഫൈനലിൽ എത്തിച്ച ആള് വയസ്സനായെന്നോ? 39 വയസ്സൊന്നും വയസ്സനായെന്ന് പറയരുത് കേട്ടോ. അതൊക്കെ ഇരിക്കും. 19 വയസ്സിന്റെ ചുറൂർക്ക് ഇപ്പൊ കാണിച്ചു കൊടുക്കും. 19 വയസ്സിന്റെ ചുറൂർക്ക് ഇപ്പൊ കാണിച്ചു കൊടുക്കും പയ്യൻ. ഇപ്പൊ അല്ല, 19 വയസ്സിന്റെ ചുറൂർക്കാണ് ഇപ്പൊ മെസ്സി കാണിക്കണം. 39 വയസ്സില് ഇല്ലല്ലേ, മെസ്സിക്ക് ഇനി വലിയ ചാൻസ് കുറഞ്ഞെന്നേ ഇത്. കാരണം 2-3 കപ്പ് അവരെടുത്തല്ലോ. ഇനിയിപ്പോ സ്പെയിനാണ് ലോക ചരിത്രം. സ്പെയിനിന് അനുകൂലമാണ് ഇപ്പോ. ശരി ഓക്കെ, ശരി രാഹുൽ, കാണാം. മെസ്സിക്കൊക്കെ വയസ്സായെന്നാണ് പറയുന്നത്. ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കാം നമുക്ക് ആരാണ് ഇന്ന് തിളങ്ങാൻ പോകുന്നത്. നമ്മൾ ഈ കോഴിക്കോട്ടെയൊക്കെ ദൃശ്യങ്ങളാണ് ഇടയ്ക്കിടയ്ക്ക് കാണുന്നത്. എന്തൊരാളാണെന്നറിയാം. ഒരു പ്രേക്ഷകൻ കൂടിയുണ്ട്. പേര് പ്രസീത ഇരിങ്ങാലക്കുട. പ്രേക്ഷകൻ പ്രസീത, പറയൂ. പ്രസീത് പറയൂ. സാറേ, ഇന്ന് അർജന്റീന ജയിക്കും. 3-2 ജയിക്കും. 3-2 ജയിക്കും അർജന്റീന. എല്ലാരും കൂടുതൽ ആളുകൾ പറയുന്ന പ്രൊഡിക്ഷൻ ഇതാണ്, 3-2. അതെ, ഫസ്റ്റ് ഗോൾ സ്പെയിൻ ആയിരിക്കും അടിക്കുക. പക്ഷെ എന്നാലും ഭാഗ്യം ഉണ്ടാവുള്ളൂ അല്ലേ? അങ്ങനെ അന്ധവിശ്വാസിയായി മാറിയോ? ഫൈനൽ റിസൾട്ടില് സ്പെയിൻ തോൽക്കും. അതെയോ? അല്ല, മെസ്സി ഗോൾ അടിക്കോ? മെസ്സിക്ക് ഗോൾഡൻ ബൂട്ട് കിട്ടും. മെസ്സിക്ക് ഒരു പെനാൽറ്റി കിട്ടുമെന്നാണ് എന്റെ പ്രൊഡിക്ഷൻ. അപ്പൊ ഗോൾഡൻ ബൂട്ട് സാരല്ല, എംബാപ്പെ കൊണ്ടുപോകും. ഗോൾഡൻ ബൂട്ട് കിട്ടില്ല. ഗോൾഡൻ ബൂട്ട് കിട്ടില്ല. പക്ഷെ ഗോൾഡൻ ബോളിന് മെസ്സിക്ക് ചാൻസ് ഉണ്ട്. അസിസ്റ്റ് കൂടുതലുണ്ടാവും. അതുപോലെ അതും വേൾഡ് കപ്പ് കിട്ടിയാ പോരെ അല്ലേ? ഇല്ലോ അല്ലേ? അത്യാഗ്രഹം പാടില്ല. അതെ. ശരി, വീട്ടിലിരുന്നാണോ കാണുന്നത്? പുറത്ത്? വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നാണോ കാണുന്നത്? അല്ല, അച്ഛനുണ്ട്, പിന്നെ അമ്മാവനുണ്ട്. ആഹാ, അച്ഛനും അമ്മാവനൊക്കെ ഏത് ടീമാണ്? അവരെല്ലാവരും അർജന്റീനക്കാരനാ. എതിരാളി ടീമുകളിലാണ് കാണാൻ ഒരു രസമുള്ളൂ അല്ലേ? ട്രോളൊക്കെ നടത്തി. അല്ല, എല്ലാവർക്കും മെസ്സിക്ക് ഒരു വിടവാങ്ങൽ മത്സരമായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പൊ ആളൊരു കപ്പെടുത്ത് പോട്ടെ. ശരി പ്രസീദ്, ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് പ്രസീദ് വിളിച്ചത്. വളരെ സന്തോഷത്തോടെ മെസ്സി കപ്പടിക്കുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രേക്ഷകനാണ്. ഇനി പ്രേക്ഷകരുണ്ടോ?